സീറോ മലബാർ സഭാ ദിനത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് ബസിലിക്കയിൽ ഏകീകൃത ബലി അർപ്പിക്കാൻ സ്വയം മുന്നോട്ട് വരണം. സീറോ മലബാർ സഭാ ദിനമായ ദുഃഖ്രാന തിരുനാൾ ജൂലൈ 3-ന് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ നടക്കുന്ന ഏകീകൃത ബലിയർപ്പണത്തിന് എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക കത്തീഡ്രലിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ പുത്തൂർ എന്നിവർ സ്വയം മുന്നോട്ട് വന്ന് ഏകീകൃത ബലിയർപ്പണം നടത്തണമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. എറണാകുളം പ്രസ് ക്ലബിൽ നടത്തിയ പത്രവാർത്താ സമ്മേളനത്തിലാണ് അവർ ഇത് അറിയിച്ചത്. ഏകീകൃത ബലി അർപ്പിക്കാത്ത പള്ളികളിലെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കണം. കൂടാതെ ഈ പള്ളികളിലെ അനുസരിക്കാത്ത വൈദികരെ പുറത്താക്കുകയും പള്ളി അടച്ചുപൂട്ടുകയും വേണം. വിമത പുരോഹിതർ വിശ്വാസികളെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. തെറ്റിദ്ധാരണ പരത്തി സീറോ മലബാർ സഭയെ പൊതുസമൂഹത്തിൽ അവമതിപ്പിന് ഇടയാക്കിയവരെ വിശ്വാസ സമൂഹം തിരിച്ചറിയണം. സിനഡ് തീരുമാനങ്ങളെ അട്ടിമറിച്ച 5 മെത്രാന്മാരെ ഓഗസ്റ്റിൽ നടക്കുന്ന സിനഡിൽ പങ്കെടുപ്പിക്കരുതെന്ന് CNA അൽമായ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. 3-ാം തീയതിക്ക് ശേഷവും അതിരൂപതയിലെ ഏതെങ്കിലും പള്ളികളിൽ ഏകീകൃത ബലി അർപ്പിക്കാത്ത വൈദികർക്കെതിരെ ശിക്ഷാ നടപടി ഉടൻ പ്രഖ്യാപിക്കണം. അല്ലാത്ത പക്ഷം മേജർ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ള സിനഡ് പിതാക്കന്മാരെ പുറത്തിറങ്ങാൻ CNA അനുവദിക്കില്ല. ഈ അനുസരണക്കേട് ഇങ്ങനെ തുടർന്നു പോയാൽ വരും നാളുകളിൽ സഭാ അനുകൂല വിശ്വാസികളുടെ ശക്തമായ പ്രതിഷേധ സമരങ്ങളെ ബിഷപ്പുമാർ അഭിമുഖീകരിക്കേണ്ടതായി വരും. ഇതിന് മുന്നോടിയായി 4-ാം തീയതി രാവിലെ 11-ന് സഭാ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലേക്ക് ചാട്ടവാർ പ്രയോഗം എന്നീ പ്രതിഷേധ സമരം ഉണ്ടാകുമെന്ന് CNA ചെയർമാൻ ഡോക്ടർ MP ജോർജ് അറിയിച്ചു. സെന്റ് തോമസ് ദിനത്തിൽ അതിരൂപതയിലെ വിവിധ പള്ളികളിൽ ഏകീകൃത ബലിയർപ്പണം നടത്തുന്ന വൈദികർക്കും വിശ്വാസികൾക്കും മതിയായ പോലീസ് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരുവനന്തപുരം നിയമസഭാ മന്ദിരത്തിൽ വെച്ച് CNA അൽമായ നേതാക്കൾ കാര്യങ്ങൾ നേരിട്ട് കണ്ട് ധരിപ്പിച്ചതായി അവർ അറിയിച്ചു. ഏകീകരണ കുർബാന വിഷയത്തിൽ സിനഡ് പിതാക്കന്മാർ കാണിക്കുന്ന അറുപിന്തിരിപ്പൻ സമീപനങ്ങൾക്കെതിരെ ഭാവി പ്രതിഷേധ സമരങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിന് വേണ്ടി ഇന്ന് വൈകിട്ട് 3-ന് ആലുവയിൽ കാത്തലിക് നസ്രാണി അസോസിയേഷന്റെ ഉന്നതാധികാര സമിതി കൂടി തീരുമാനിക്കും. സഭാ ആസ്ഥാനത്തെ ദേവാലയത്തിൽ ഏകീകൃത ബലി അർപ്പിച്ച് അതിരൂപതയിലെ വൈദികർക്കും വിശ്വാസികൾക്കും മാതൃക തരേണ്ടവർ അന്നേ ദിവസം മറ്റു രൂപതകളിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് വളരെ വിചിത്രവും വേദനാജനകവും പ്രതിഷേധാർഹവുമാണ്. ഇത് ആരുടെ ഹിതം നിറവേറ്റാനാണ്? ബിഷപ്പുമാർ വിശ്വാസവഞ്ചനയും സഭാ പ്രബോധനങ്ങളുടെ ലംഘനവുമാണ് ഇപ്പോൾ നടത്തിപ്പോരുന്നത്. സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ സംരക്ഷിക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിലും വിമത പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ സിനഡ് പിതാക്കന്മാർ ഒന്നടങ്കം സ്വയം സ്ഥാനത്യാഗം ചെയ്യണം. സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ സംരക്ഷിക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വിമത പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലും സിനഡ് പിതാക്കന്മാർ ഒന്നടങ്കം സ്വയം സ്ഥാനത്യാഗം ചെയ്യണം.